അതുപോലെ എന്ത് സാധനമാണെങ്കിലും ചില സമയങ്ങളിൽ ചിലപ്പം ഒരു സവാളയായിരിക്കും നമുക്ക് ആവശ്യം. ഞാനും മടിക്കാതെ അവരുടെ അടുത്ത് പോയി ചോദിക്കും, അവരും ഇങ്ങോട്ട് വന്ന് ചോദിക്കും. അങ്ങനെ ഒരു നല്ല ബന്ധം സ്ഥാപിച്ചു തുടങ്ങി. പ്രിൻസ് ചേട്ടൻ ഇല്ലാത്ത സമയത്ത് അവിടുത്തെ ചേട്ടന്മാരാണെങ്കിലും, എനിക്ക് അപ്പൊ വണ്ടി ഓട്ടിക്കാൻ അറിയത്തില്ല ആ സമയത്ത്, ആ സമയത്ത് ഇത്രയും പിള്ളേരുമായിട്ട് ഡ്രൈവ് ചെയ്യാനും പറ്റാത്തൊരു അവസ്ഥ വരുമ്പോഴത്തേക്കും അവിടെയുള്ള കമലേഷിനെ വിളിക്കും, അവര് വരും, കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ഒരു പതുക്കെ പതുക്കെ സ്ലോലി ഒരു നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് എടുക്കാൻ തുടങ്ങി. അത് എടുക്കാൻ തുടങ്ങിയതല്ല, നമ്മൾ ബൈ നേച്ചർ അങ്ങനെ ആയപ്പോൾ, നമ്മുടെ നേച്ചർ കർത്താവ് അങ്ങനെ ആക്കി മാറ്റിയപ്പം ശരിക്കും അവരും ക്രിസ്തു എന്താണെന്നും ക്രിസ്തുവിനെ ഫീൽ ചെയ്ത് തുടങ്ങി. അപ്പം ഓട്ടോമാറ്റിക്കലി അവിടെ മിറക്കിൾസ് സംഭവിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ടൊന്നും അല്ല അവിടെ ശരിക്കും. പിന്നെ അത് മാത്രമല്ല, ഇപ്പം പ്രിൻസ് ആണെങ്കിൽ പോലും തന്നെ ഒരു ഇവാഞ്ചലൈസേഷൻ ചെയ്യുന്നത് ഒരിക്കലും ഇങ്ങനെ ഒരു ക്രൗഡിന്റെ മുമ്പിൽ പോയിട്ട് ഭയങ്കര മയക്കം പിടിച്ചല്ല നമ്മൾ ചെയ്യുന്നത്. ഒരു മാർക്കറ്റിൽ പോകുമ്പോൾ ഒരാളെ കാണുന്നു, സോ ജസ്റ്റ് ഒരു നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കുന്നു, നല്ലപോലെ ഒന്ന് സംസാരിച്ച് നല്ല റിലേഷൻഷിപ്പ്, നമുക്കൊരു നല്ല ഫ്രണ്ട്സിനെ കിട്ടണം അങ്ങനെ. അപ്പൊ പിന്നെ ആ ത്രൂ ഔട്ട് ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി ദെൻ സ്ലോലി നിങ്ങൾ എങ്ങനെയാ ജീവിക്കുന്നത്, എങ്ങനെയാ ഇങ്ങനെ പറ്റുന്നത് എന്ന് അവരിങ്ങോട്ട് ചോദിച്ചു തുടങ്ങും. പിന്നെ അവരിങ്ങോട്ട് വന്നു തുടങ്ങും. പിന്നെ നമ്മൾ അങ്ങോട്ട് പോയി തുടങ്ങും അവരുടെ വീട്ടില്. സ്ലോലി അത് വളർന്ന് പോകുമ്പോഴും നമ്മളൊന്നും വലിയ ഘോരം പറയാറില്ല, അവരെ കേൾക്കും. അവരെന്താ പറയുന്നത്, അവരുടെ വിഷമങ്ങൾ എന്താന്നേ കേൾക്കത്തുള്ളൂ. അപ്പം ഞങ്ങൾ പറയും, ഞങ്ങൾ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടി. നമുക്ക് പ്രാർത്ഥിക്കാൻ വെൽക്കമുള്ള വീടുകളാണെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിക്കും. അപ്പൊ ചിലര് സമ്മതിക്കും. മോസ്റ്റ്ലി വില്ലേജസിൽ അവർ സമ്മതിക്കും. അല്ലാത്തവരാണെങ്കിൽ ഞങ്ങൾ പറയും, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങും. പക്ഷെ ആ ബന്ധം ഇപ്പോഴും ഉണ്ട്. പ്രാർത്ഥിക്കാൻ അനുവദിച്ചാലും അനുവദിച്ചില്ലെങ്കിലും അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ഇപ്പോഴും നല്ലൊരു ബന്ധത്തിൽ തന്നെയാണ് ഈ നിമിഷം വരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അങ്ങനെ.